സിദ്ധു ഇവിടെ ഇരിക്കടാ. കയ്യിൽ പേപ്പറൊക്കെ ഉണ്ടല്ലോ, എന്താണ്? കവിത എഴുതറ? കവിത എഴുതാനുള്ള പരിപാടിയൊന്നുമല്ല. ഞാൻ പണ്ടും ഇങ്ങനെ അമ്മായി, എന്തെങ്കിലുമൊക്കെ വിഷമം വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പേപ്പറും പേന എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വരയ്ക്കാൻ ശ്രമിക്കും. അതെന്താ പെട്ടെന്ന് വിഷമം? വിഷമം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ദിവസം നേരത്തെ അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, എന്റെ അടുത്ത് മിണ്ടത്തില്ലാന്നും പിന്നെ എന്റെ വീട്ടിലേക്ക് വരാൻ താല്പര്യമില്ലെന്നൊക്കെ പറഞ്ഞപ്പോ കേട്ടപ്പോ എന്തോ ഒരു വിഷമം. എന്റെ സിദ്ധു, അത് വിട്. അവിടെ കൊച്ചുകുട്ടിയല്ലേ, അവിടെ എന്തൊക്കെ എന്റെ അടുത്ത് പറഞ്ഞേക്കണം. അതല്ല അമ്മായി, പിണങ്ങിയിരുന്ന് കഴിഞ്ഞാലേ അവള് മര്യാദയ്ക്ക് ആഹാരം പോലും കഴിക്കത്തില്ല. അല്ലെങ്കിലും നമ്മുടെ സ്നേഹമൊന്നും അവിടെ ആരും തിരിച്ചറിയത്തില്ലല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മായിക്ക് അറിയുമെന്ന് അറിയത്തില്ല, പാറൂസിനെ ഞാൻ എന്റെ മോളെ പോലല്ലേ കാണുന്നത്. ഞാനേ ഒന്ന് ജംഗ്ഷൻ വരെ പോയിട്ടോ. ഇത് പാറുവിന് വരച്ചാണോ? ഗംഭീരം, പറഞ്ഞ പോലെ തന്നെ ഉണ്ട്. ലച്ചോ, ലച്ചോ, ആ പാറിനെ വിളിച്ചോണ്ട് വാ. എന്താണ് ലച്ചുവേ, ഇത് നമ്മൾ വിചാരിച്ച പോലെ അല്ല. പാറു പറഞ്ഞതും പ്രവർത്തിച്ചതും ഒക്കെ സിദ്ധുവിന് വിഷമമായിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്ത്? അയ്യോ, ഒന്നും ചെയ്യാത്ത ഒരാള്. എന്റെ പാറു സിദ്ധു നമ്മളെ പോലെ ഒന്നും അല്ല, ഭയങ്കര ലോല ഹൃദയനാണ്. ചെറിയ എന്തെങ്കിലും കിട്ടിയാ മതി ഭയങ്കരമായിട്ട് വിഷമാവുന്നേ. പാവ സിദ്ധു. ഇത് വല്ലതും അറിഞ്ഞിട്ടാണ് ഈ പറയണത്? ഒന്നുമേ തെരിയലേ ഗൗരി. എന്റെ പൊന്നു ലച്ചു, അവ ഇവിടെ നിന്ന് കരഞ്ഞോണ്ടാണ് എണീറ്റ് പോയത്. കണ്ണിൽ വല്ല പൊടി വീണാണ്. പാറു, ഇതാണ് ഞാൻ പറയണത്, നീ കൊച്ചു കുട്ടിയാണെന്ന് എനിക്കൊന്നും അറിഞ്ഞൂടാന്ന്. എന്നാ പാറു ഇത്? സിദ്ധുക്ക് പാറുന ഉസിര്. കൊറേ ആയി ഈ ഡയലോഗ് പറയുന്നത്, ഞാൻ കേട്ട് കേട്ട് മടുത്ത്. അമ്മായി, സിദ്ധു എങ്ങോട്ടാ പോയത്? ദാ വരണമെന്ന് പറഞ്ഞ ഒറ്റ പോക്ക്. പുറത്തേക്കാണോ പോയത്? ഒയ്യോ, അപ്പൊ വിഷമിച്ച് പോയത് തന്നെയാ. ഇനിയിപ്പൊ എന്ത് ചെയ്യോ എന്തോ. നിനക്ക് സന്തോഷമായല്ലോ കൊച്ചേ, അവനെ വിഷമിച്ച് വിട്ടപ്പോഴത്തേക്കും. ഞാൻ എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞെന്നാ? നീ പറഞ്ഞില്ലേ അവനെ ഇഷ്ടമല്ല, അവന്റെ വീട്ടിൽ പോണ ഇഷ്ടമല്ലാന്ന്. ഇതൊക്കെ സിദ്ധുവിന് വിഷമമായി. എന്നാ പാറു ഇത്? സിദ്ധുക്ക് പാറുന ரொம்ப പൊന്നൊന്ന് നിർത്തത്. എന്തോന്നിത്? ലച്ചു, സിദ്ധു ഇവിടെ നിന്ന് പോയപ്പോഴേ ഒരു ഡയലോഗ് അടിച്ചിട്ട് പോയി. അത് കേട്ടപ്പോ എന്നെ ഹൃദയം തകർന്നു പോയി. നമ്മൾ അടിക്കുന്ന പോലത്തെ മാട്ട ഡയലോഗ് ഒന്നും അല്ലത്. എന്ത് ഡയലോഗ്? സിദ്ധു ഇവളെ സ്വന്തം മോളെ പോലെയാണ് കാണുന്നത്. ഇത് ഇതിന് മുന്നേ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അന്നേരം ഞാനെന്താ പറയാന്നറിയോ? അതിനെ അടുപ്പിക്കാൻ കൊള്ളത്തില്ലാന്ന്. എന്താ അടുപ്പിക്കാൻ കൊള്ളാത്തെ? ഇതല്ല സ്വഭാവം, പിന്നെ എങ്ങനെ അടുപ്പിക്കും? പാവ സിദ്ധു. എന്റെ പൊന്നെ, ഞാൻ പറഞ്ഞത് പറയരുതെന്ന്. പാവം സിദ്ധു. ഇനി ഈ ട്രോമയൊക്കെ ഒന്ന് കര കയറി വരാൻ എത്ര നാളെടുക്കുമെന്നറിയോ? നിനക്ക് സന്തോഷമായല്ലോ പാറു, സിദ്ധുനെ വിഷമിപ്പിച്ചപ്പോ. പാറു, സിദ്ധുക്ക് പാറുന എവ്വളോ പിടിക്കും தெரியுமா உனக்கு? ഞാൻ പറഞ്ഞ എന്റെ അടുത്ത് ഡയലോഗ് പറയരുതെന്ന്. അതില്ല, அதுக்கு சேர்த்து ஒன்னு கூட சொல்றதுக்கு இருக்கு. இத பாரு, சித்து வரும்போது நீ நல்லா பேசு, அப்ப அவனோட மனசு நிம்மதியாகும். എന്നിട്ട് പാവം തന്നെ, അതിനാല சொன்னேன். എന്റെ ആന്റി ഇതൊക്കെ ചെയ്യിപ്പിച്ചിട്ടല്ലോ, അവന് മനസ്സിലാവും നമ്മളൊക്കെ ഇവിടെ കൊണ്ട് പറഞ്ഞു ചെയ്യിപ്പിക്കുന്നതാന്ന്. ഇത് കണ്ട, പാറുവിനെയാണ് വരച്ചത്. വിഷമം കൊണ്ട് പാറുവിന്റെ പേര് വരെ തെറ്റിപ്പോയി. പാറു കുറ്റിന്ന്. കണ്ട പാറു, സിദ്ധുവിന് നിന്റെ അടുത്തുള്ള ഇഷ്ടം കണ്ട, എന്നിട്ട് നീ അവന്റെ അടുത്ത് പെരുമാറുന്നതോ ഇങ്ങനെ. எவ்வளோ அழகா வரைஞ்சிருக்கான். உன்ன மாதிரியே இருக்கு பாரு. முடி மட்டும் கொஞ்சம் கம்மி தான். நான் சொன்னேன்ல, சித்துக்கு உண்மையில ரொம்ப. ഇനി ഈ ഡയലോഗ് ഇവിടെ പറഞ്ഞ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കും. ஐயோ, அப்படி செய்யக்கூடாது. സൂക്ഷിച്ചു വച്ചോ, ഒരാളുടെ മനസ്സ് വേദനിച്ചിട്ടേ വരച്ചിട്ട് പോയതാണ്. അല്ല, അളിയൻ അളിയനകത്തുണ്ട്. ചേച്ചി, അളിയന്റെ മനസ്സിൽ എനിക്ക് ഇത്രയും പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു. മോളെ എന്തിനുള്ള പുറപ്പാടായിരുന്നു?
അളിയനെ വിളിച്ച് അളിയനെ സോപ്പിടാനുള്ള പുറപ്പാടായിരുന്നോ? അത് പോയി മോളെ, അതിനി നോക്കണ്ടെന്ന്. ഇനി അവൻ റിയാലിറ്റിയിലേക്ക് വരാനേ കുറേ സമയം എടുക്കും. ചേച്ചി എനിക്ക് ഞാൻ അളിയന്റെ കാല് പിടിക്കാം. കാല് പിടിക്കാവുന്ന ഉം. കാല് പിടിച്ചിട്ട് കാര്യമുണ്ടോന്ന് എനിക്ക് അറിയാൻ പാടില്ല. വെയിറ്റ്, ഞാൻ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കട്ടെ. അമ്മായിയേ, അമ്മായിയേ, എന്താ എന്തിന്? ഇവിടെ ഒരാളെ ഞാൻ വേണമെങ്കിൽ അളിയന്റെ കൈയും കാലും പിടിക്കാമെന്ന്. ഓ, കൈയും കാലും പിടിക്കാന്നു? അത്രയും താഴത്ത്? എന്നാലും എന്റെ കാര്യം ആലോചിച്ച് അളിയൻ ഇങ്ങനെ വിഷമിച്ചിടുന്ന എങ്ങനാ? ചേച്ചിയുടെ കാര്യം കല്ലിന്റെ കാര്യം ആണെങ്കിൽ ഓക്കെ. ഞാനാരാ? ഭാര്യയുടെ അനിയത്തി. നിന്നെ ഭാര്യയുടെ അനിയത്തിനെ പോലെ അല്ലല്ലോ അവൻ കാണുന്നത്, മോളെ പോലെ കാണുന്നല്ലേ അവൻ പറഞ്ഞത്. അങ്ങനെ കാണുന്ന അവനെ വേണം ആദ്യം ഒലക്കൊക്കെ അടിക്കാൻ. ചേച്ചി വെറുതെ സിദ്ധോളെ എന്നെ വഴക്ക് പറയല്ലേ. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കണമായിരുന്നു. എന്ത് കാര്യം? അളിയൻ എനിക്ക് എന്തോരോ സാധനങ്ങൾ മേടിച്ചായിരുന്നു. ഒരു ചെറിയ സാധനം മേടിക്കാൻ പറഞ്ഞെന്നും പറഞ്ഞ് ഞാൻ എങ്ങനെ വഴക്കുണ്ടാക്കാവോ? അങ്ങനെ വഴക്കുണ്ടാക്കരുതെന്ന് മനസ്സിലായല്ലോ. ഈയിടെയായിട്ട് പാറുവിന്റെ സ്വഭാവം തീരെ ശരിയല്ല. അമ്മൂമ്മ ഒന്നും മിണ്ടായി അമ്മൂമ്മ, ചുമ്മാ പ്രശ്നം വഷളാക്കാതെ. എന്നാലും എന്റെ കാര്യം ആലോചിച്ച് കരയാന്നൊക്കെ പറഞ്ഞ അതും പന പോലെ കാണുന്നൊരു മനുഷ്യൻ. അങ്ങനെ സിദ്ധു കരഞ്ഞൊന്നുമില്ല, കണ്ണു നിറഞ്ഞ പോലെ എനിക്കൊന്ന് തോന്നി, അത്രേ ഉള്ളൂ. பாரு அது அப்படிதான் பாரு. நம்ம நேசிக்கிறவங்க நம்மள்ட்ட சண்டை போட்டுனா நம்மளுக்கு அழுகழுகியா வரும். സത്യമല്ലേ? കിടില ഡയലോഗ്. മേലാല് இல்ல, எனக்கு எப்பவாவது இந்த மாதிரி பிலோசபி எல்லாம் வரும். அது அடிக்கடி மூளையில வரும்போது அப்படியே சொல்ல வேண்டியது. കഷ്ടം. எதுக்கு நீ கஷ்டம் சொன்ன? ആ ആ അത് ഞാൻ സിദ്ധുവിന്റെ കാര്യം ഭയങ്കര കഷ്ടാന്ന് പറഞ്ഞതാ. பாவம் சித்து. നീ കാര്യം ചെയ്, അളിയന്റെ കൈയും കാര്യം പിടിച്ചു നോക്ക്. ആ വിളി, ഞാൻ തന്നെ വിളിക്കട്ടെ, നീ വിളി. അളിയ തുറക്കളിയാ പ്ലീസ്. അളിയന്റെ മോളാ വിളിക്കുന്നേ. തുറക്കളിയാ പ്ലീസ്. അളിയാ അളിയാ എണ്ണീക്കളിയാ, ഇനി വിഷമിച്ച് കിടക്കല്ലേ. അളിയ എണ്ണീക്ക്, ഞാൻ കാല് പിടിക്കാം. കാല് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നെ ഇഷ്ടമല്ലാത്ത ആളല്ലേ. അത് ഞാൻ ആ ഫ്ലോയില് പറഞ്ഞല്ലേ അളിയാ. വാ ഫാറൂസേ, എന്റെ മനസ്സിലെ ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഉണങ്ങാൻ നല്ല ടൈം എടുക്കും. അളിയൻ എന്നെ ഇങ്ങനെ സ്നേഹിച്ച് എന്നെ വേദനിപ്പിക്കല്ലേ. വാ അളിയ വാ. സിദ്ധുമോനെ, ഇങ്ങോട്ട് എണീറ്റ് വാ മോനെ, വാ. അളിയ എനിക്കൊരു കാര്യം പറയാനുണ്ട്. വാ വാ. അളിയൻ അവിടെ നിക്കി. ആറിന് എന്താ പറയാനുള്ളത്? പെട്ടെന്ന് പറ, എനിക്ക് ചെന്ന് കിടക്കണം. കിടക്കണമെങ്കിൽ കുഴിപ്പടത്തെങ്ങാനും പോയി കിടക്കും, ഇവിടെ നിന്നെ കിടക്കണം. ചേച്ചി ഒന്ന് മിണ്ടായി ചേച്ചി. പാറുവിന് എന്താ പറയാനുള്ള പറഞ്ഞു? അളിയാ, ഈ ചുറ്റുപാടുള്ള എല്ലാവർക്കും എന്നെ ഇഷ്ടം, സ്കൂളിലുള്ളവർക്കും എന്നെ ഇഷ്ടം. എന്താ കാരണമെന്ന് എനിക്കറിയത്തില്ല. എന്റെ പേര് കേട്ടാലേ എല്ലാവർക്കും ഭയങ്കര വൈബാ. അളിയാ, അളിയ എന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നേ? പറ അളിയാ, എന്തിനാ ഈ പാവത്തിന് ഇങ്ങനെ സ്നേഹിക്കണേ? ഗൗരി, കൊച്ചു കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോ ഇങ്ങനെ കളിയാക്കല്ലേ ഏട്ടാ. അമ്മായി അവിടെ മിണ്ടേ. ഓ, അളിയൻ എന്നെ ഇങ്ങനെ സ്നേഹിക്കണ്ട. അളിയന്റെ അടുത്ത് ഞാൻ വഴക്കിട്ടേന് സോറി. ഞാൻ ഒരു കൊച്ചുകുട്ടിയല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് പിണങ്ങും. അളിയാ സോറി. ഓക്കെ, എനിക്ക് റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരാൻ കുറച്ച് സമയം എടുക്കും. ഓക്കെ അളിയാ, അളിയൻ ഇത്തിരി നേരം പോയി കിടക്ക്. അപ്പൊ അളിയന്റെ മൂഡ് സെറ്റ് ആവും. അളിയന്റെ മൂഡ് ഇപ്പൊ ശരിയല്ല. വാ അളിയാ വാ. എന്റെ പൊന്നു കൊച്ചെ, ഞാൻ മര്യാദക്ക് അവിടെ കിടക്കുമല്ലായിരുന്നു. എന്നാലും പാറു, നീ
ഞാൻ ചങ്കത്ത് കൊണ്ടു നടന്നതല്ലേ അടി നിന്നെ. അളിയ കരയല്ലേ? ചേച്ചി കരയല്ലെന്ന് പറ. അളിയ കരയല്ലേ അളിയ? അമ്മമ്മ പറ. കരയല്ലേ പറ. ലച്ചു കരയില്ലെന്ന് പറ ലച്ചു. മോനെ കരയല്ലേ? അളിയ കരയല്ലേ? അളിയ കരയല്ലേ അളിയ? സിദ്ധു കരയില്ല സിദ്ധു. സിദ്ധു ദേ അവള് ശരിക്കും കരഞ്ഞു കേട്ടാ. ചക്കര കരഞ്ഞാ നീ? എന്തിനാ കരഞ്ഞേ? ഞാൻ കരഞ്ഞില്ലല്ലോ. എന്താടി കരഞ്ഞേ? എന്തിനാടി കരഞ്ഞേ? ചക്കര ശരിക്ക് അയ്യേ എന്തൊക്കെയായിരുന്നല്ലേ ഡയലോഗ്. എന്ന് പറഞ്ഞേ എന്നെ ഇങ്ങനെ സ്നേഹിക്കല്ലേ അറിയാ. ഞാൻ സ്നേഹിക്കും. അല്ല എന്താ ഡയലോഗ് കൂടെ അടിച്ചതല്ല. അത് ഈ പരിസരത്തുള്ളവർക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. കൂട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. வைபுன்னெல்லாம் சொன்னா വൈബാ അയ്യപ്പെടുന്ന് മോങ്ങണ്. അപ്പൊ എല്ലാരും പ്രാങ്ക് ചെയ്താണല്ലേ? സാഡിസ്റ്റുകള്. സാഡിസ്റ്റുകളെന്നാ ഈ വാക്കൊക്കെ എവിടെ നിന്ന് കിട്ടി? കേശേട്ടൻ പറഞ്ഞു നിങ്ങളൊക്കെ സാഡിസ്റ്റുകളാണ്.